മന്ത്രി എ.കെ. ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ എൻ.സി.പിയിൽ കലഹം. സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചതിൽ കടുത്ത അമർഷത്തിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. ശശീന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് ആവശ്യം. കോഴിക്കോട് എലത്തൂരിലാണ് എ.കെ. ശശീന്ദ്രൻ വീണ്ടും മത്സരത്തിനൊരുങ്ങുന്നത്. മന്ത്രിയുടേത് ഏകാധിപത്യ പ്രവണതയെന്നും ഇത്രയും സംസ്കാരശൂന്യനായ പാർട്ടി അധ്യക്ഷനെ കണ്ടിട്ടില്ലെന്നും NYC ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സത്യനാഥൻ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ തീർത്തും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും 4 തവണ മത്സരിച്ച് 2 തവണ MLAയും 2 തവണ മന്ത്രിയായിട്ടുള്ളൊരു വ്യക്തി തന്നെ വീണ്ടും ഞാൻ തന്നെ മത്സരിക്കണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധ നിലപാടായിട്ടാണ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. പാർട്ടി പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പാർട്ടി പ്രസിഡന്റ് വേദിയിൽ ഇരുന്നു കൊണ്ട് വളരെ അസഭ്യവർഷം നടത്തുന്ന ഒരു രീതി, ഇതൊന്നും ഇത്ര കാലത്ത് ഇതിനു മുന്നേ ഒരുപാട് പ്രസിഡന്റുമാരെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത്തരം സംസ്കാരശൂന്യരായിട്ടുള്ള പ്രസിഡന്റുമാരൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം ചാർജ് എടുത്ത ഒരു 10 മാസം കൊണ്ട് പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം സംസ്കാരശൂന്യന്മാർ നയിക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല NCP. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ രാജിവെച്ച് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പ്രസാദ് ഉടുമ്പശ്ശേരി കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ട്. പ്രസാദ്, അപ്പോൾ എലത്തൂരിൽ നിന്നും വീണ്ടും എ.കെ. ശശീന്ദ്രൻ ജനവിധി തേടും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. അതായത് ഈ അന്നത്തെ ആ യോഗത്തിൽ തന്നെ നടന്ന കയ്യാങ്കളിയും ഈ നേതാക്കൾ അംഗങ്ങളെ ഇരുത്താൻ പാടുപെടുന്നതുമൊക്കെ, അതും മാധ്യമങ്ങൾ പുറത്തുണ്ട്, നിങ്ങൾ സംയമനം പാലിക്കണം എന്നൊക്കെ നേതാക്കൾ പറഞ്ഞതുമൊക്കെ ഈ ദൃശ്യങ്ങളായി തന്നെ നമ്മുടെയൊക്കെയും കൈവശമുള്ളതാണ്, നമ്മളൊക്കെ കണ്ടതുമാണ്. അപ്പം എ.കെ. ശശീന്ദ്രൻ ഈ പറഞ്ഞതുപോലെ 4 വട്ടം മത്സരിച്ചു, 2 വട്ടം മന്ത്രിയായ ഒരാൾ കൂടിയാണ്. അപ്പോൾ വീണ്ടും എ.കെ. ശശീന്ദ്രനെ സ്വന്തം സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് NCPയിലെ കാര്യങ്ങൾ? കൂടുതൽ പേർ വിമത ശബ്ദം ഉയർത്തുന്നുണ്ടോ? സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസം എ.കെ. ശശീന്ദ്രൻ എലത്തൂരിൽ തന്നെ മത്സരിക്കുമെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചത് വലിയ കലാപത്തിന് തന്നെയാണ് അവിടെ കാരണമായി മാറിയിട്ടുള്ളത്. ശശീന്ദ്രൻ 4 തവണയല്ല 6 തവണ മത്സരിച്ചിട്ടുണ്ട്. 4 തവണ തുടർച്ചയായി 2006 ബാലുശ്ശേരിയിലും പിന്നീട് 2011 മുതൽ എലത്തൂർ മണ്ഡലം രൂപീകരിച്ച 2011 മുതൽ അദ്ദേഹം അവിടുത്തെ MLA ആണ്. 1980-ലും 82-ലും ശശീന്ദ്രൻ കണ്ണൂർ ജില്ലയിൽ മത്സരിച്ച് MLA ആവുകയും ചെയ്തിട്ടുണ്ട്. 6 തവണ അങ്ങനെ MLA ആവുകയും 2 തവണ മന്ത്രിയാവുകയും ചെയ്ത ശശീന്ദ്രൻ പാർട്ടിയിലെ തന്നെ മറ്റ് 2 മുതിർന്ന നേതാക്കൾക്കോ അല്ലെങ്കിൽ യുവാക്കൾക്കോ മാറിക്കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് NCPയുടെ യുവജന വിഭാഗം NYSC ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സത്യനാഥാണ്. അദ്ദേഹം പറയുന്നത് ഇത് മാറിക്കൊടുക്കണം. ഒരു ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് ഇപ്പോൾ ശശീന്ദ്രൻ പെരുമാറുന്നത്. സ്വയം പ്രഖ്യാപിക്കാൻ പാടില്ല. പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കമ്മിറ്റികൾ ചേരണം. അത്തരം കമ്മിറ്റികൾ അങ്ങനെ ആലോചനകളൊന്നുമില്ലാതെ അവരുടെ ദേശീയ പ്രസിഡന്റ് ഇതാണ് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഈ അവരുടെ യുവജന സംഘടനകളുടെ മാത്രം പ്രതിഷേധമല്ല, സീനിയർ നേതാക്കൾക്കും വലിയ പ്രതിഷേധമുണ്ട്. അവിടെ എലത്തൂരിൽ NCPയുടെ തന്നെ ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തവണ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്നു. അവരുടെ സ്ഥാനാർത്ഥി പരിഗണനയിലൊക്കെ ഉണ്ടതാണ്. അപ്പോൾ ഇത്തവണയും ശശീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് വലിയ തോതിലുള്ള അമർഷത്തിനും ഇവരുടെക്കിടയിൽ കലഹത്തിനും എല്ലാം കാരണമായി മാറിയിട്ടുള്ളത്. മറ്റൊന്ന് NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസിനെതിരെയും വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ അരുൺ തന്നെ പറയുന്നത് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു തരത്തിലും സംഘടനയെ നോക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവിടെ വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവരുടെ പാർട്ടി അംഗങ്ങൾക്കൊക്കെ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. പാർട്ടി അംഗങ്ങളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു, സംസ്കാരശൂന്യമായി പെരുമാറുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്തായാലും ഇതിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരും തോമസ് കെ തോമസ് കുട്ടനാടും എ.കെ. ശശീന്ദ്രൻ എലത്തൂരിലും മത്സരിക്കാൻ അവർ സ്വയം തന്നെ പ്രഖ്യാപിച്ചു വരികയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി അവർ സ്വയം പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നുള്ളതാണ് NCPയിലെ ഈ നേതാക്കളെല്ലാം തന്നെ ചോദിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് വലിയ കലഹത്തിലേക്കും ഒരുപക്ഷെ അപ്പോൾ നമ്മൾ സേതുലക്ഷ്മി തന്നെ പറഞ്ഞതുപോലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ പരസ്പരം പോർ വിളിച്ചു നിൽക്കുന്ന നേതാക്കന്മാരും അവിടുത്തെ ബഹളമെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ശശീന്ദ്രൻ തന്നെയാണ് എലത്തൂരിൽ സ്ഥാനാർത്ഥിയെങ്കിൽ അത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ വലിയ അമർഷമായി മാറിയിട്ടുണ്ട്. അതൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ പ്രസാദ്, ശരി. അപ്പോൾ NCPയിലെ കലഹം വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.